കഥകൾ വായിക്കുന്നതിനേക്കാൾ രസമെന്താണ് കഥ കേൾക്കാൻ. ദുബായിൽ ഈ സ്വപ്നങ്ങൾക്കൊക്കെ വേണ്ടി സ്നേഹിക്കുന്നവരെയൊക്കെ വിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആദ്യം എല്ലാവരെയും പോലെ എനിക്കും ഒരു എംപ്റ്റിനെസ് ഉണ്ടായിരുന്നു. ആ എംപ്റ്റിനെസ്സിൽ ഒരാൾ എനിക്കൊരു വാതിൽ തുറന്നു തന്നു. ആ 4 പേരുടെ സൗഹൃദത്തിലേക്ക്. സംടൈംസ് യു വിൽ സീ someone and we just click. Best friends can be defined as different ways. ഈ കഥയിൽ ആ ബെസ്റ്റ് ഫ്രണ്ട്സിനും ഒരൊറ്റ ഡെഫിനിഷനേ ഉള്ളൂ, നിനക്ക് ഞാനില്ലേടാ എന്ന്. ഈ കഥയിലെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആരാണ് സന്ധ്യ. ബിക്കോസ് ഷീ മെയ്ഡ് മൈ ലൈഫ് ഈസിയർ. കംഫർട്ട് സോൺ ക്രിയേഷനിൽ ആ ഒരു ജഗജില്ലാട് തന്നെയാണ്. ഇനി സെക്കൻഡ് അമീർക്ക് കഥകൾ കൊണ്ട് അവന് സ്വന്തമായിട്ടൊരു വോയിസ് നോവൽ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞ ആളൊരു പറഞ്ഞു തീരാത്ത കഥകളുടെ രാജകുമാരനൊക്കെ പറയില്ലേ, അതുപോലെ. പിന്നെ അവൻ ഇൻട്രൊഡ്യൂസ് ആക്കി. നിങ്ങൾ ഈ കാണുന്നതിൻ്റെ ഒക്കെ സൃഷ്ടാവ് അവനാണ്. പിന്നെ അവനൊരു ഇമോഷണൽ ജീവിയുമാണ്. ലാസ്റ്റ് ഐ വിൽ ഇൻട്രൊഡ്യൂസ് എഡ്വിൻ. ഞങ്ങൾ എന്താ വിളിക്കുന്നതെന്ന് അറിയോ? ചാറ്റ്ജിപിടിന്ന്. ഈ കിണ്ടിക്ക് എല്ലാത്തിനും ഉത്തരവുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഒക്കെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഈ കഥയിൽ ഞാനും ഉണ്ട്. മനമൊരുങ്ങുന്നുണ്ടേ, കൺതുറക്കുന്നേ, ഇനി ആനന്ദമേ. மெய்யான நட்புக்கிங்கே பிரிவில்லை என்றும் சொன்னானே ஆல்மோஸ்ட் டயப்பர் கட்டும் காலம் தொடங்கி நாமும் தோள்கள் உரசி நடந்தோ, குஸ்தி ஃபைட்டும் போட்டு ஒன்றாய் முஸ்தஃபாவும் பாடி வாழ்வை கடந்தோ. நாம் 7 நதிகளில் நாடிய ஓடம், வற்றாத கடல் இந்த ரகசிய பாசம். நமக்குள் இருந்ததே இல்லை வெளி வேஷம்தான். ஃப்ரெண்ட்ஷிப் தான் சொத்து நமக்கு, ஃப்ரெண்ட்ஷிப் தான் சொத்து நமக்கு, ஆயிரம் உறவு வந்தாலும் நண்பன் தான் கெத்து நமக்கு. കൊഞ്ചിന്റെ അത്ര ഉള്ളു അതിന്റെ അഹങ്കാരം. എനിക്ക് കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ല. മഴവില്ലിനാലിഴമേഞ്ഞിടും അഴകിൻ കൂട്, അതാ റവേ പിടിക്കാണെന്ന്
ആ നെഞ്ചിൽ തല ചായ്ച്ചൊന്നുറങ്ങിടുവാൻ ചെറുപ്രാവുകൾ അണയുന്നിതാ ആനന്ദമായി ശിശിരകാലം പുലരിപ്പു മെല്ലെ മെല്ലെ ഇതളിട്ടു മേലെ മേലെ ഇതില്ലേ കോശി പോകത്തില്ല ബസ്സിനകത്ത് പറക്കുന്നതിലേക്ക് കോയമ്പത്തൂർ ഫാസ്റ്റ് തേർന്നുടയാം ആശാമുകിൽ അതിരിടാവാനിലായി ശിശിരകാലം മലനിരകളിലൂടെ നമ്മൾ അങ്ങനെ ഓർപ്പക്കാനില്ലേ നമ്മൾ ആദ്യം കണ്ട സ്ഥലമാണ് അത്. ഏറ്റവും മേളിൽ കാണുന്നത്. സെക്കൻഡ് നമ്മള് തിന്നു അല്ല നിനക്ക് സ്നേഹം ഉണ്ടായിട്ടല്ലേ എന്റർടൈൻമെന്റ് അരമണിക്കൂർ അപ്പൊ നമ്മളിനി ഒരു സർപ്രൈസ് പരിപാടി പ്ലാൻ ചെയ്യാം. ഓക്കെ അത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഫുള്ള് അനഘ. ഇമോജി ഐഡന്റിഫിക്കേഷൻ. ഇതിനകത്ത് കുറെ ഇമോജീസ് ഉണ്ട്. ഇതിനെ കളക്ട് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ഇമോജി പ്രോഗ്രാം മലയുടെ വെള്ള ഫയർ പൂത്തി മാനം ഇത് കർത്താവ് അത് മലയാളത്തിലെ വെടി വേറെയാണ് കട്ട് പൊക്കോൺ വെള്ളം നൽകി ചന്തി കളിക്കാൻ കുഞ്ഞി പാമ്പ് പാമ്പ് ഞാൻ പറഞ്ഞു മറ്റൊരാൾക്ക് വേണ്ടി എന്നിട്ട് ആരാ എഴുതിയെന്നും കൂടെ അതിൽ നോട്ട് ചെയ്യാം. ഞാൻ എന്നിട്ട് എന്റെ കയ്യിൽ ഇതിൽ പേപ്പറിലാക്കി നിങ്ങൾക്ക് അത് ഞാൻ മടക്കി നിങ്ങളുടെ കയ്യിൽ തരാം. നിങ്ങൾ അത് എടുക്കണം. എടുത്തിട്ട് അത് ആരായിരിക്കും നിങ്ങൾക്ക് തന്നത് നിങ്ങൾ ഗസ്റ്റ് ചെയ്യണം. ആദ്യം വായിക്കടാ കിട്ടിയത് ലോക്ക് ചെയ്താ മഞ്ഞപ്പൊടി ഇവിടെ ഒരു മഞ്ഞപ്പൊടി ഉണ്ട്. ആ മഞ്ഞപ്പൊടി കണ്ടുപിടിക്കുക. അവിടെ വരെ പോയി തിരിച്ച് അത് മഞ്ഞ പോണം ആരാ പറഞ്ഞേ പറ ലോക്കിയടാ ഓർമ്മിച്ചോ അതെ പോട്ടെ 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 എല്ലാ കാര്യം ഉണ്ടായിരുന്നു അതാരൊന്ന് ഗസ് ചെയ്യും യെസ് മോനെ അയ്യോ കിട്ടിയില്ല പക്ഷേ മമ്മി ആടെ 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 അതെന്താ കിളി 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 കിളി
എല്ലാ കഥയ്ക്കും എൻഡിങ്സ് ഉണ്ടാവും. സംടൈംസ് അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ സാഡായിരിക്കും. ചില ഇതളുകൾ കൊഴിയുകയാണ്, പക്ഷേ അത് വിട്ടുകളയാതെ കൂട്ടിച്ചേർത്ത് ഈ കഥ വായിക്കുന്നതാണ് എനിക്കിഷ്ടം. Let this story continues. Let these characters live long together with same togetherness. മായാലോകം തേടി